അത് കഴിഞ്ഞ് ലോകരാജ്യങ്ങളൊക്കെ കൂടി മേശവട്ടത്തിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് ചായയും കുടിച്ചിട്ട് അവരങ്ങോട്ട് പോകും. സമാധാന ചർച്ചയെന്നും പറഞ്ഞ് ഈ മരിച്ചവർക്കും ഈ ഉണ്ടായ നഷ്ടങ്ങൾക്കൊക്കെ ആര് പരിഹാരം? മോനാണ്, അവനിപ്പോൾ അബുദാബി പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് അത് ക്യാൻസൽ ചെയ്തതെന്ന്. പക്ഷേ ഇങ്ങനെയുള്ള യുദ്ധം കൊണ്ട് പാവപ്പെട്ട നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ലോൺ കൊടുത്ത് ഈ കോവിഡും അതേപോലെ വെള്ളപ്പൊക്കമൊക്കെ വന്ന് എല്ലാവരും നല്ല രീതിയിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് ലോകം മുഴുവനും പറയണത്. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ട് മാത്രമല്ല, ഈ ഒരു മാസം കഴിയുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ കുറേ പേര് മരിക്കും, കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വരും. അത് കഴിഞ്ഞ് ലോകരാജ്യങ്ങളൊക്കെ കൂടി മേശവട്ടത്തിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് ചായയും കുടിച്ചിട്ട് അവരങ്ങോട്ട് പോകും. സമാധാന ചർച്ചയെന്നും പറഞ്ഞ് ഈ മരിച്ചവർക്കും ഈ ഉണ്ടായ നഷ്ടങ്ങൾക്കൊക്കെ ആര് പരിഹാരം? ഇതിനൊക്കെ ഒരു മാറ്റം വരണം. മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ ഇപ്പം നല്ല രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങളാണ്. കുറേ ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരും കുറേ ആൾക്കാരൊക്കെ കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അവർക്കെന്താ സംഭവിക്കണം? പാവപ്പെട്ട ജനങ്ങൾക്കാണ് ഉണ്ടായത് ബുദ്ധിമുട്ടുകൾ. ഇപ്പം മോന് പോകാൻ പറ്റിയില്ല. കാരണം നമുക്ക് എന്തെല്ലാം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുണ്ട്. എന്തുവരെ മലയാളികളാണ് ബുദ്ധിമുട്ടണത്. ഞാൻ കുന്നംകുളത്താണ് വന്നത്. ഇന്ന് അബുദാബിക്ക് പോകേണ്ടതായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസലായി പോയത്. എൻ്റെ കൂടെ എൻ്റെ മകനുണ്ടായിരുന്നു ഓസ്ട്രേലിയ. അവിടെ ഞാൻ പുള്ളി കയറ്റി വിട്ടു. അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ നോക്കുന്നതിന് ഇനി എന്താ അറിയില്ല. കാരണം ഞാൻ അഡ്നോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നാളാണ് ഡ്യൂട്ടി ജോയിൻ ചെയ്യേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നടക്കില്ല.